പെരുമ്പളം പാലത്തിലൂടെ അവരവരുടെ സ്വപ്നയാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു. ശനിയാഴ്ച രാത്രി വേറിട്ടൊരു യാത്ര കൂടി, അതായത് ഇന്നലെ രാത്രി വേറിട്ടൊരു യാത്ര കൂടി നടന്നു. ദ്വീപിലെ 40ഓളം കുടുംബങ്ങൾ ചേർന്ന് നടത്തിയ ഒരു സ്വപ്നയാത്രയുടെ വിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മാർച്ച് 7 എന്ന് പറയുന്നത് പെരുമ്പളം ദ്വീപ് നിവാസികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമാണ്. ആ ഒരു പാലം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിൽ അവരൊരു യാത്ര വന്നിരിക്കുകയാണ് നഗരത്തിലേക്ക്. എവിടേക്കായിട്ടാണ് വന്നിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ മരട് വന്നിരിക്കുന്നത് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും പേര് കൂടി എല്ലാവരും ഒരുമിച്ചൊരു സിനിമ കാണാൻ ആദ്യമാണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 9:30 ബോട്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. ഇനി ഒരു സെക്കൻഡ് ഷോ സിനിമ കണ്ടാലും ഞങ്ങൾക്ക് വീട് എത്താൻ പറ്റില്ല. പൊതുവടിയെ കൊണ്ട് അപ്പുറത്ത് കിടക്കുക എന്നല്ല അപ്പുറമൊന്നുമില്ല. പക്ഷേ സിനിമ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിനിമ കാണാം. പക്ഷേ എല്ലാവർക്കും താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംരംഭം ഡ്രീം ജേണി എന്നുള്ളൊരു സംരംഭം നമ്മൾ തുടങ്ങിയത്. എല്ലാവരും പെണ്ണുങ്ങൾ ഉൾപ്പെടെ, അമ്മമാരുൾപ്പെടെ, മക്കൾ ഉൾപ്പെടെ എല്ലാവരും അതിന് തയ്യാറായി വന്നതുകൊണ്ട് ഈ സംരംഭം ഒരുമിച്ച് ഇന്ന് ഈ സംഭവം എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. എത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? 80 പേര്. ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണ്. ഞങ്ങളൊരു 82ഓളം പേര്, അതായത് ഒരു 10-40 കുടുംബങ്ങൾ നമ്മൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നേക്കാണ്. നമ്മൾ പണ്ട് നടന്ന ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ മാറി ഞങ്ങളൊക്കെ ഒരുപാട് സെക്കൻഡ് ഷോ ഒക്കെ കണ്ടിട്ട് കടവിൽ വന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ബോട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് മാറി ഇന്ന് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിങ്ങിലാണ് ഞങ്ങൾ. ദ്വീപിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ആദ്യ യാത്രയും കൂടിയല്ലേ ഇത്? ദ്വീപിൽ നിന്ന് പുറപ്പെട്ട ആദ്യ യാത്രയാണ് ഞങ്ങൾ. ഇത്രയും വർഷം, ഞങ്ങൾക്ക് 56 വയസ്സായി. ഈ 56 വയസ്സ് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് വന്നൊരു സിനിമ കാണാനോ ഒരു സ്ഥലത്ത് പോകാനോ ഒന്നും സാധിച്ചിട്ടില്ല. നമ്മൾ നിങ്ങൾക്ക് വളരെ സന്തോഷം. പിണറായി സർക്കാർ ചെയ്തതിൽ വളരെ വളരെ സന്തോഷം. ജീവിതത്തിൽ ഈ ഒരു ആഗ്രഹം ഇനി ഉണ്ടായില്ലേനും വേണ്ടിയില്ല. 70 വയസ്സായി അതിനുള്ളിൽ ആദ്യത്തെ സംഭവമാണിത്. രാത്രി നിങ്ങളൊക്കെ സിനിമ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരിക. ഇന്നിപ്പോ രാത്രി സിനിമ കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ പോയി കിടക്കാം. ഞങ്ങളുടെ എത്ര നാളത്തെ ആഗ്രഹമാണ് ഒരു പാലം വരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതിന്റെ പേരിൽ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി, അച്ഛനും അമ്മമാരെല്ലാവരും കൂടി ഉദ്ഘാടനത്തിന്റെ ദിവസം തന്നെ പോകുന്നത്. ടൂറൊക്കെ പോകുമ്പോഴേക്കും ഞങ്ങൾ ജെട്ടിയിൽ പായ അല്ലെങ്കിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കാറുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിൽ തന്നെ വന്ന് കിടക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങളുടെ പിണറായി സർക്കാർ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. 100 കോടി രൂപ കിബി പദ്ധതിയിൽ മുടക്കിയാണ് ഈ പാലം പൂർത്തീകരിച്ചത്. ഇതിന് മഴവിൽ പാലമെന്നാണ് പേരിട്ടിട്ടുള്ളത്. ഞങ്ങൾക്കിനി യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിന് യാതൊരുവിധ സങ്കോചവുമില്ലാതെ ഏത് പാതിരാത്രിക്കും ഞങ്ങൾക്ക് പെരുമ്പളത്ത് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങൾക്കിപ്പോൾ വളരെ ആശ്വാസകരവും ഞങ്ങൾക്ക് മറുകര താണ്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവസരം തന്ന സർക്കാർ വളരെ നന്ദി അർപ്പിക്കുകയാണ്. നന്ദി. അങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ കര, രണ്ട് കരകളും തമ്മിൽ കൂട്ടിമുട്ടിച്ച് ഇന്നിപ്പോൾ ആ പെരുമ്പളം പാലം യാഥാർത്ഥ്യമായി. അതിൻ്റെ സന്തോഷത്തിൽ അവരുടെ യാത്ര ഒട്ടും താമസിക്കാതെ ഇതിനോടകം തന്നെ ആരംഭിച്ചും കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ യാത്രയും മറ്റുമായി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാണ് ഓരോരുത്തരുടെയും പ്രതീക്ഷ. ജോയ്സിയാറിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.